16ാം നിയമസഭയിലെ അംഗങ്ങൾ പ്രോടീം സ്പീക്കർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വിവാദങ്ങളെ ഗൗനിക്കാതെ മുഴുവൻ പേര് പറഞ്ഞാണ് വി.ഡി. സതീശൻ സത്യവാചകം ചൊല്ലിയത്. രാഷ്ട്രീയ കേരളത്തിലെ സ്നേഹക്കാഴ്ചയായി ജി. സുധാകരനും പിണറായി വിജയൻ തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങൾ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡയസിലെത്തിയ പിണറായിയെ മുന്നോട്ട് ചെന്ന് സുധാകരൻ സ്വീകരിച്ചു. ഹസ്തദാനം നൽകിയും തോളിൽ തട്ടിയും സ്നേഹാഭിവാദ്യം നടത്തി. ഇടത് വിമതരുടെ സത്യപ്രതിജ്ഞയുടെ ശ്രദ്ധ നേടി. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിവാദങ്ങളെ ഗൗനിച്ചില്ല. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞാണ് സത്യവാചകം ചൊല്ലിയത്. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേര് വിളിച്ചപ്പോൾ കൈയടിച്ചവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ. പതിവ് പോലെ പിണറായിയുടെ സത്യപ്രതിജ്ഞ സഗൗരവമായിരുന്നു. അതിനുശേഷമാണ് കേരളം കാത്തുനിന്ന നിമിഷം. ചറ്റവിവാദത്തിലെ വൈരം മറന്ന് പിണറായിയും ജി. സുധാകരനും. പ്രോട്ടേം സ്പീക്കർ പ്രതിപക്ഷ നേതാവെന്ന വേഷപ്പകർച്ചയിലും ഇരുവരും കൈകൊടുത്തും തോളിൽ തട്ടിയും സ്നേഹാഭിവാദ്യം ചെയ്തു. തളിപ്പറമ്പെന്ന ഇടതുകോട്ട തകർത്ത് MLA ആയ CPIM വിമതൻ TK ഗോവിന്ദൻ പിണറായി വിജയന് കൈകൊടുത്ത ശേഷമാണ് സത്യവാചകം ചൊല്ലിയത്. പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണനും പിണറായിയെ അഭിവാദ്യം ചെയ്തു. 4 ഭാഷകളിലുള്ള സത്യപ്രതിജ്ഞയ്ക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചു. മഞ്ചേശ്വരം MLA AKM ಅಶ್ರಫ್ ತುಳುವಿൽ ಸತ್ಯವಾಚകം ಚೊಲ್ಲಿ. AKM ಅಶ್ರಫ್ ಎಂಬ ನಾನು ವಿಧಾನಸಭೆಯ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿತನಾದವನಾಗಿ ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಸೃಷ್ಟಿಕರ್ತನಾದ ನಾದನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ദേവികുളം MLA F. രാജ തമിഴിലും രമേശ് ചെന്നിത്തല അടക്കം 6 പേർ ഇംഗ്ലീഷിലും സത്യപ്രതിജ്ഞ ചെയ്തു. I, Ramesh Chennithala, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by the law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സന്ദീപ് വാര്യർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗാന്ധി തൊപ്പി ധരിച്ചെത്തി VP സജീന്ദ്രൻ സത്യവാചകം ചൊല്ലിയത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചായിരുന്നു ചാണ്ടി ഉമ്മന്റെ സത്യപ്രതിജ്ഞ. മന്ത്രിക്കാർ കിട്ടാത്ത ചാണ്ടി നിയമസഭയിലേക്ക് എത്തിയതാകട്ടെ സൈക്കിളിലും. ചരിത്രത്തിലാദ്യമായി 3 സീറ്റ് നേടിയ BJPയുടെ MLA മാർ പ്രകടനമായാണ് നിയമസഭയിലേക്ക് എത്തിയത്. UDF MLA മാരിൽ VT ബൽറാം, ഷിബു ബേബി ജോൺ, KK രമ, CP ജോൺ എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. LDF MLA മാരിൽ RJD അംഗം PK പ്രവീൺ മാത്രമാണ് ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയത്. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സഭ വീണ്ടും ചേരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായും AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. BB ഗോപകുമാറാണ് BJP സ്ഥാനാർത്ഥി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.